സുരേഷ് അണ്ണനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ അടിക്കാൻ വന്നു. എടാ പൊട്ടന്മാരെ, ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞൊരു സാധനമായിട്ട് അതില്ലായിരുന്നെങ്കിൽ അപ്പനും അമ്മയ്ക്കും മുത്തിക്കും മുത്തപ്പനും ഒക്കെ ഞാൻ അങ്ങനെയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ഇതുപോലെയല്ല, അപ്പനുണ്ടായിരുന്ന കൂട്ടരായിരുന്നെങ്കിൽ ഇതുപോലത്തെ വർത്തമാനം പറഞ്ഞിട്ട് വരത്തില്ലല്ലോ. ബലാത്സംഗികളെ എനിക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അവരുടെ കമൻസ് ആയാലും അവരുടെ നന്മയായിരുന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. അത്തരം കമൻറ്റ് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞ് നിങ്ങളങ്ങ് ജയിച്ചു എന്നുള്ള രീതിയിലൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു റോക്കറ്റ് വിക്ഷേപണം കൊണ്ട് ആകെ ലാഭം എന്തെന്ന് പറഞ്ഞാൽ നിൻ്റെയൊക്കെ ശരിക്കുള്ള യഥാർത്ഥ മുഖം അവിടെ റിവീലാകുന്നു എന്നതിനപ്പുറം ഒരു വാഴയ്ക്കേ ഇല്ല. ചെബീനൊക്കെ അതിന് മറുപടി എഴുതാൻ അറിയാം. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയാമോ? കമ്മ്യൂണിറ്റി നന്ദി പേസുക്കമ്മ നമ്മളെ പിടിച്ച് കൂട്ടിക്കളയും, പിന്നെ മിണ്ടാക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഞാൻ അത് ഇഗ്നോർ ചെയ്ത് വിട്ടതാണ്. പക്ഷേ ഇങ്ങനെ ഒരു മറുപടി അനിവാര്യമായതുകൊണ്ട് പറയണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ചോദ്യം ചോദിക്കാം. അല്ല, തലയിൽ ചാണകമാണ്, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. എന്നാൽ അല്ല, വാഴക്കൂട്ടങ്ങളെ കുറേ നാളായിട്ട് ഇവിടെ കിടന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ഇപ്പോഴല്ലേ ഒരു വള്ളിക്കെട്ട് തുറന്ന് കിട്ടിയുള്ളൂ. അത് അയാളുടെ കള്ളത്തരം കൊണ്ടല്ലേ? നേർവഴിക്കാണോ? ഒരു രാഷ്ട്രീയ പ്രവർത്തകനിക്ക് ഉണ്ടാകേണ്ട എന്ത് ക്വാളിറ്റി, എന്ത് വാഴയ്ക്കാണ് അയാൾക്കുള്ളത്? എന്താണ് അയാളുടെ കയ്യിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം? അതൊന്ന് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഒരു അടുത്ത ജന്മത്തിൽ ഞാനൊരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും ഇവിടെയുള്ള മനുഷ്യരല്ലേ? ഈ സംസ്ഥാനത്ത്, കേരള സംസ്ഥാനത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? ഇത്രയും മനുഷ്യരെ അയാൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്ത് രീതിയിലാണ്? അയാൾ ഒരു സമൂഹത്തിന് മാത്രമാണ്, അതായത് ഒരു മതസമൂഹത്തിന് മാത്രമാണ് അയാൾ അഡ്രസ്സ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ അയാൾക്ക് പുച്ഛമാണ്, വെറുപ്പാണ്, ഇഗ്നോറൻസ് ആണ്. അതാണോ രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്? അയാൾക്ക് പദവിയിലെത്താൻ അയാളുടെ സ്പെസിഫിക് ഏത് കക്ഷി രാഷ്ട്രീയമാണോ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യണം, അതിൽ തർക്കമില്ല. പക്ഷേ ഒരു വിഷയവുമായി ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അതെൻ്റെ രാഷ്ട്രീയമല്ല, അതെൻ്റെ മതമല്ല എന്ന് പറഞ്ഞ് നീക്കി നിർത്തുന്ന മനുഷ്യനാണോ? എനിക്ക് അയാൾ അങ്ങനെ തോന്നിയിട്ടില്ല. അടിമ ഗോപി എന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരൊക്കെ വന്നിട്ട് കമൻസിൽ എഴുതിയിടുന്നുണ്ടായിരുന്നു കേസ് വരുന്നു. അയ്യോടാ, പിന്നെ ഇവിടുത്തെ കോടതി അയാളുടെ അച്ഛനിക്ക് സ്ത്രീധനം കിട്ടിയതാണ് അല്ലയോ? അപ്പം പിന്നെ പേടിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ നിൽക്കട്ടെ. ഗുജറാത്തിൽ നടന്നൊരു വിഷയം, കലാപങ്ങൾ നടത്തുകയും അമ്പലത്തിനകത്ത് കൊച്ചുമക്കളെ 6 വയസ്സുള്ള കുട്ടികളെ വരെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന ബലാത്സംഗികൾക്ക് ബാക്കിയുള്ളൊരു ഉസ്താദിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് വരുന്നത് എൻ്റെ വാപ്പ ഉസ്താദാണോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉസ്താദുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്തിനാ അതവിടെ കൊണ്ടൊന്ന് എഴുതി വെക്കുന്നത്? ഇനി അഥവാ അങ്ങനെയൊന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ഗവൺമെൻറ് ഒത്തിരി പേരെ പുറത്തേക്ക് കൊണ്ടുവന്നത് കൊണ്ടല്ലേ നിങ്ങൾ അറിഞ്ഞ, അല്ലെങ്കിൽ അറിയുമായിരുന്നു? കാലങ്ങളായിട്ട് ഇത് നടക്കുന്നുണ്ട്, അതിനെതിരായിട്ട് സംസാരിക്കുന്നുള്ളൂമാണ് ഞാൻ. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള ബലാത്സംഗികളെ ഒളിച്ചു വെക്കില്ലേ? സ്വന്തം മകളെയും പശുവിനെയും വീട്ടിൽ വളർന്ന പട്ടിയെ പോലും ആ ചെയ്യുന്ന സംഘികളാണോ നമ്മുടെ കാര്യം പറയുന്നത്? കൊച്ചുമക്കൾക്ക്, അതായത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യും, ആ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നതും സംഘികളാണ്. വേറെ ആരും ചെയ്യാത്തൊരു കാര്യം. നമ്മളൊക്കെ മക്കളെ സ്കൂളിലേക്കാണ് വിടുന്നത്, നിങ്ങൾ ശാഖയിലേക്കും. എന്തിനാ ആളുകളെ വെട്ടാനും കുത്താനും ബലാത്സംഗം ചെയ്യാനുള്ള ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്? അങ്ങനെയൊന്നും നടത്തുന്നില്ലല്ലോ വേറെ ആരും, അത് നിങ്ങളേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും തീവ്രമായ, ഏറ്റവും മോശമായ നിങ്ങളുടെ ഒരു വശമാണ് നിങ്ങൾ കമൻറ്റിൽ കൂടെ അവിടെ വെളിവാക്കിയിട്ടുള്ളത്. സോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇഷ്ടം പോലെ എഴുതിയിടുക. കാരണം നിങ്ങളുടെ ക്വാളിറ്റി എന്താണ് നിങ്ങളുടെ കമൻസിനകത്തുണ്ട്. കൃത്യമായി നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബലാത്സംഗികളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. മാന്യമായി ഒരു ആശയത്തിനെതിരെ ആശയം കൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് പറ്റുന്നതായി ഈ പരിപാടിയാണ്. അത് നിങ്ങൾ ധാരാളമായിട്ട് ചെയ്തിടുക. പക്ഷെ അതിന് മറുപടി തരാത്തത് എൻ്റെ കഴിവുകേടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ഈ ഏത് കമൻ്റാണോ നീ എഴുതുന്നത്, ആ കമൻ്റ് എഴുതിയവൻ്റെ തള്ളയ്ക്ക് ഞാൻ വിളിച്ചിരിക്കുന്നു. മനസ്സിലായോ? നിന്റെ തള്ളയ്ക്കും നിന്റെ മുത്തിക്കും നിന്റെ ആ വീട്ടിലുള്ള സർവ്വത്ര എണ്ണവും പഞ്ചായത്തിൽ കുനിഞ്ഞു നിന്നതാണെന്നുള്ളതിൻ്റെ തെളിവാണ് അത് എന്ന് ഞാൻ മറുപടി കമൻ്റ് ഇട്ടിരിക്കുന്നു. ഇനി ആ കമൻ്റായിട്ട് അവിടെ എഴുതിയിട്ട് അത് പണി കിട്ടും. അതുകൊണ്ടാണ് തൽക്കാലം ഈ പേജ് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നീയൊക്കെ റിപ്പോർട്ട് അടിച്ച് കയറ്റിയോ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇത് പോകണമെങ്കിൽ പോട്ട്. പക്ഷെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കിൽ എനിക്ക് ഈ ചാനലിൽ പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ സാധനം അവിടെ എഴുതിയിടുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ പറയുന്നു, ഇതേപോലെ വൾഗർ കമൻ്റ് ഇടുന്നവൻ്റെ അമ്മ പഞ്ചായത്ത് കുളമാണ്. ആ പഞ്ചായത്ത് കുളത്തിൽ വിട്ട റോക്കറ്റിൽ നിന്നുണ്ടായ പടു റോക്കറ്റാണ് ആ എഴുതിയിടുന്നവൻ. ദാറ്റ്സ് എ പോയിന്റ്. പിന്നെ ബലാത്സംഗികൾ ഈ രാജ്യത്തിന് എന്തെങ്കിലും കൊഴുകട്ട കൊണ്ടുതരുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഈ രാജ്യത്തിന് വേണ്ടത് സുസ്ഥിരമായ ജോലി സാധ്യതയുള്ള സ്ഥാപനങ്ങളും അതേപോലെ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള പഠിപ്പ് ഒക്കെ കൊടുക്കുന്ന ആ രീതിയിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതരം വിഭാഗമാണ് വേണ്ടത്. ഇനി ഇങ്ങനെയൊന്നും പറയാൻ നിങ്ങൾക്ക് മനസ്സിലാത്ത കുറച്ചുകൂടെ പറയാം. ഇവിടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് 50 പേർക്ക് ജോലി കൊടുക്കാം എന്നല്ല പറയേണ്ട. ആ പ്രതിമയുടെ സ്ഥാനത്ത് അതേ കുടിൽ വ്യവസായങ്ങളോ അതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി സാധ്യത ഉണ്ടായിരുന്നു.
ചായ വിൽക്കുന്നവൻ കയറി കുത്തിയിരുന്നിട്ടും സമോസ വിറ്റാ പോരെ എന്ന് ചോദിക്കുന്നിടത്ത് ഒന്നും പറയാനില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ മാനസിക ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ അനിവാര്യമായ കുറേയധികം കാര്യങ്ങളുണ്ട്. ഗ്യാസിന് വില കൂട്ടിയിട്ടുണ്ട്, അതേപോലെ പെട്രോളിൻ്റെ വില കൂട്ടി. ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ സാധാരണക്കാരുടെ കഴുത്തൊടിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ്. ഇത് മാറ്റിയെടുക്കുകയും കുറച്ചുകൂടി നിയമമല്ല ഈ പണികളാണ്, അത് മാറ്റിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക, അതിനുവേണ്ടി ശബ്ദമുയർത്തുക. അല്ലാതെ വാഴയ്ക്ക് ജയിച്ചു എന്ന് പറഞ്ഞ് രാജാവും പ്രജയും ബന്ധവും കൊണ്ടുവന്ന ജനാധിപത്യ രാജ്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉള്ളിടത്തോളം ഞാൻ ഇത് പറയുക തന്നെ ചെയ്യും. പിന്നെ കോടതിയിൽ കൊണ്ടുപോകുന്ന കോടതി എന്ന് പറയുന്നത് അങ്ങ് ആകാശത്തിരിക്കുന്ന ബഹത് വരയ്ക്കാത്തിരിക്കുന്ന അല്ലെങ്കിൽ എത്തിപ്പെടാത്തൊരു സ്ഥലമാണെന്നുള്ള ബോധമൊന്നും എനിക്കില്ല. അതിലേക്ക് എനിക്ക് പോകാൻ പറ്റും. ഞാൻ ഈ നാട്ടിലെ പൗര തന്നെയാണ്. എന്താണോ അടിമ ഗോപിക്കുള്ള ക്വാളിറ്റി, അതേ ക്വാളിറ്റി എനിക്കുമുണ്ട്. അതായത് എന്തൊക്കെ അയാൾക്കുണ്ടോ, എന്തൊക്കെ പ്രിവിലേജ് അയാൾക്കുണ്ടോ, സെയിം പ്രിവിലേജ് എനിക്കുണ്ട്. ഒരു പൗര എന്ന നിലയിൽ അയാളെക്കാൾ യോഗ്യയാണ് ഞാൻ. കാരണം പ്രിവിലേജ് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ കൊടുക്കാറ്, അയാൾക്ക് അതുപോലും ഇല്ല. വീട്ടിൽ 5-6 പെൺകുട്ടികളുണ്ടല്ലോ. കലാപത്തിൽ നടന്ന ഒരു വസ്തുതയിൽ, ആ കലാപം നടത്തിയവന്മാർ നടത്തിയ ഒരു പടുകൊലയിൽ അതിൻ്റെ ഇര ജീവിച്ചിരിക്കുമ്പോൾ അവളെ അപമാനിക്കുന്നതിന് തുല്യമായി ബ്രാഹ്മണന്മാർക്ക് വിടുതല കൊടുക്കുന്ന മോദി അണ്ണൻ്റെ ആ ഒരു ഇതിനെ ചോദ്യം ചെയ്യാൻ പോലുമുള്ള ആംബിയറോ നട്ടല്ലോ ഇല്ലാത്തവൻ പൊതുസമൂഹത്തിൽ ഇനി എന്നെ വാഴയ്ക്ക് കൊണ്ടുവരുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു പിണ്ണാക്കും കൊണ്ടുവരാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായ കാര്യമാണ്. മാത്രമല്ല പൊട്ടത്തരം എഴുന്നള്ളിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്തോ എന്നാ പറഞ്ഞത്. ഇപ്പം ഇവിടെ എയർപോർട്ടിലെ കണ്ടാൽ പോയപ്പോൾ പിടിച്ച് തള്ളി കൊടുത്തില്ലേ, അതുപോലെയൊക്കെ ഇനിയും കാണാം ഫ്യൂച്ചറിൽ. കാരണം കൂടുതൽ അങ്ങോട്ട് പൊങ്ങി തള്ളി ഉന്തിത്തള്ളി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർക്കും അതങ്ങോട്ട് അക്സെപ്റ്റ് ആവത്തില്ല. പിന്നെ വോട്ട് മറിഞ്ഞു എന്ന് പറയുന്നു. കഴിഞ്ഞ തവണ അവിടെ വോട്ട് കൂടുതലിട്ട് കോൺഗ്രസ്സുകാർക്കാണ്. കോൺഗ്രസിൻ്റെ വോട്ടും കൂടെ ഇങ്ങോട്ട് തള്ളി എടുത്തുകൊണ്ട് വന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെന്ന് പറയുമ്പോൾ തന്നെ അവർ അടുത്ത് മാറാൻ അല്ലെങ്കിൽ കൂറുമാറാൻ ഇരിക്കുന്നത് ഈ ഒരു പാർട്ടിയിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വോട്ടും കൂടെ ഇവർക്ക് കിട്ടി. ചിക്കിലി കൊടുത്താൽ വോട്ടൊക്കെ കിട്ടും, പലതും നടക്കുക, അതൊക്കെ ശരിയാണ്, നമ്മൾ സമ്മതിച്ചു, തർക്കമില്ല, അയാൾ ജയിച്ചു. പക്ഷെ പടുവിട്ടിത്തം പറയാതിരിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിങ്ങൾക്കില്ല എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്. തെറി വിളിച്ചതിനാണ് ഞാൻ തിരിച്ച് മറുപടി ഇട്ടിരിക്കുന്നത്. നിന്നെയൊക്കെ അതേ നാണയത്തിൽ അതിനേക്കാൾ വൾഗറായ തെറി ഞാൻ തിരിച്ച് വിളിച്ചിരിക്കുന്നു. മനസ്സിലായോ? പിന്നെ ഇസ്ലാം മതത്തിനെ പറ്റിയും ബാക്കി ഇസ്ലാം മതത്തിലെ ഉസ്താക്ക് അത് ഇത് ബാക്കിലെ ഗോൾഡ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. വിവരദോഷം ഒരു കുറ്റമല്ല, അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല എന്ന് എനിക്കറിയാം. എന്തായാലും ഉസ്താക്കന്മാർ പശുവിൻ്റെ വാണത്തിൽ വിടുന്നില്ലല്ലോ, പശുവിനെ പിടിച്ചു വെച്ചിട്ട് അതിൻ്റെ പിറകിലോട്ട് വിടുന്നില്ലല്ലോ. 6 വയസ്സുള്ള കൊച്ചിനെ അമ്പലത്തിനകത്ത് കൊണ്ടുപോയി ചെയ്യുന്നില്ലല്ലോ. കലാപം എന്ന പേരിൽ മുസ്ലിം പെണ്ണുങ്ങളെ കയറി ഉണ്ടാക്കുന്നില്ലല്ലോ. തൃശൂലം വയറ്റി കുത്തി കയറ്റിയെടുത്ത് തീയിൽ ചുട്ട് കളിക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. രാജ്യത്തെ പൗരന്മാരെ എല്ലാം ഈക്വലായി കാണാനല്ലേ ഓരോ രാഷ്ട്രീയവും പറയുന്നത്. ഓരോ കക്ഷി രാഷ്ട്രീയവും അത് തന്നെയല്ലേ പറയണം. നിങ്ങളുടെ രാഷ്ട്രീയം മാത്രമാണ്. രാജ്യത്തെ പൗരൻ തന്നെയാണ് നമ്മളുടെ ശത്രു. അവനെ കൊല്ലണം, അവനെ പിച്ചണം, അവനെ മാന്തണം. എന്നിട്ട് നമ്മളിവിടെ അമ്പലങ്ങൾ ഉണ്ടാക്കണം. അമ്പലത്തിൽ അന്നദാനവേ നടക്കുള്ളൂ. അമ്പലത്തിൽ ഇരുന്ന് ഒരു കുടുംബം രക്ഷപ്പെട്ടതായിട്ടില്ല. അമ്പലത്തിൽ അവിടെ ഇരിക്കാം, ഭജനം ഇരിക്കാം. അന്നദാനം കൊണ്ട് കൊടുക്കാനും ഒരു വ്യക്തി വേണം. ആ കൊണ്ട് കൊടുക്കുന്നവനിക്ക് ഒരു ഏണിങ് വേണം. ചുമ്മാ ആരുടെയെങ്കിലും പൈസ വന്ന് അമ്പലത്തിൽ ഇട്ടു അത് വാരി എടുക്കാം എന്നുള്ള ടേമി ഇരിക്കുന്ന നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്പലങ്ങളല്ല ഒരു രാജ്യത്തിന് ആവശ്യം. അത്യാവശ്യം തൊഴിലവസരങ്ങളാണ് വേണ്ടത്. തൊഴിലില്ലാതെ ഒരുപാട് യുവാക്കൾ നട്ടം തിരിയുന്നുണ്ട്. ചായ വെക്കുന്ന വരുന്നുണ്ട്, സമോസ വിറ്റ് ജീവിച്ചെന്ന് ഈ യുവാക്കളോട് പറയുന്ന രീതി അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് സ്വന്തം. അതേപോലെ ഇത്രയും നാളിതുവരെയായിട്ട് ഭീരുവായ ഒരുത്തനെ 56 ഇഞ്ചുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വിഡ്ഢിത്തം ലോകത്താർക്കും ഉണ്ടാകത്തില്ല. ഈ 56 ഇഞ്ചുകാരൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഒരുപാടിടത്ത് കമ്മ്യൂണിസം നശിച്ചു, ഒരുപാടിടത്ത് പ്രശ്നങ്ങളായി എന്നൊക്കെ പറയുന്നവൻ ആകെ സംഖ്യകളുള്ളത് ഈ രാജ്യത്ത് മാത്രമാണെന്ന് തിരിച്ചറിവ് പോലും ഇല്ലാത്ത മന്ദബുദ്ധിയാണ്. ഇയാൾ സംസാരിച്ച ഉടനെ ലോകരാജ്യങ്ങൾ മുഴുവൻ സംസാരിക്കണമെന്ന് പറയുന്നത് അയാൾക്ക് തോന്നുന്ന ഒരു എന്താ പറയണേ മന്ദബുദ്ധിത്തരം. അതിനപ്പുറം യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത 2 പോങ്ങന്മാർ ജയിച്ചു എന്നതിനപ്പുറം എനിക്കിതിനകത്തൊന്നും തോന്നിയിട്ടില്ല. അത് എൻ്റെ വാക്കാണ്, അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ ജയിച്ചു വന്നാൽ ഭയപ്പെടേണ്ടത് ഇസ്ലാമിയരോ ക്രിസ്ത്യനോ മറ്റ് മതവിഭാഗങ്ങളോ ആരുമല്ല, ഇവിടെയുള്ള ഹിന്ദുക്കൾ തന്നെയാണ്. അത് തിരിച്ചറിവായിക്കോളും. 100 വർഷം മുമ്പ് വരെ ഇവിടെ നിലനിന്നിരുന്ന ജാതീയ വർഗീയത തീവ്രത ഇന്നും പലരുടെയും മനസ്സിലുണ്ട് എന്ന് വ്യക്തമാണ്. അത് നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ ഉറക്കെ പറഞ്ഞിട്ടുമുണ്ട്. പാണനെയും പറയനെയും നീചർ കുലജാതരെന്നും അധകൃതരെന്നും അധമ്മതരെന്നൊക്കെ പറഞ്ഞ് നീക്കി നിർത്തുന്ന വൃത്തികെട്ട മനോഭാവമുള്ള നിനക്കൊക്കെ സഹജീവി സ്നേഹം പോലും ഇല്ല. കല്ലിൽ ദൈവത്തിനെ കാണുന്ന നിനക്കൊക്കെ സഹജീവിയെ മനുഷ്യനായി കാണാൻ പോലും കഴിയാറില്ല എന്നുള്ളത് വസ്തുത. അങ്ങനെയുള്ള നിന്നോടൊക്കെ ഞാൻ പാട്ട് പാടിയിട്ട് കാര്യമുണ്ടോ? സ്ത്രീയെ ഭയങ്കര സങ്കല്പത്തിൽ അമ്മയാണെന്നും ദേവിയാണെന്നും ദൈവമാണെന്നും ശക്തിയാണെന്നും ഒക്കെ പറയുന്ന നീ സ്ത്രീകളെ വിളിക്കുന്ന തെറിക്ക് നിന്ന് വ്യക്തമാണ് നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് ആ പറയുന്ന പഞ്ഞ സുഡാപ്പികളെന്ന് ഞാൻ വിചാരിക്കുന്നു. സുഡാപ്പികൾക്ക് നിങ്ങളെക്കാളും ഒക്കെ കുറച്ചുകൂടെ മാന്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകളെ ഇമാതിരി തെറി വിളിക്കുന്ന നീയൊക്കെ അവന്മാരെക്കാൾ
മൃഗീയമായ വൃത്തികെട്ട മെൻറ്റാലിറ്റി ഉള്ളവരാണ്. കൊന്നും കൊല വിളിച്ചും ആളുകളെ ചവിട്ടിത്തേച്ചും നശിപ്പിച്ചും മാത്രം ശീലമുള്ള നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള വ്യക്തത എനിക്കുണ്ട്. എൻ്റെ അവകാശമാണ് ഞാൻ പറഞ്ഞത്. അയാൾ പറഞ്ഞത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആരൊക്കെ വോട്ടിട്ടോ അവരൊക്കെ പൗരന്മാരാണ്, ഒരു രാജ്യത്തെ പൗരന്മാരാണ്, പ്രജകളല്ല. പൗരനും പ്രജയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവൻ വിമർശിക്കട്ടെ. പൗരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഓണേഴ്സ്, ഞങ്ങളുടെ രാജ്യമാണ്, നമ്മൾ കൊടുക്കുന്ന സ്റ്റാമ്പിലാണ് അവന്മാരവിടെ വരുന്നത്. അല്ലാതെ അയാൾക്ക് യാതൊരു വാല്യൂമില്ല. അയാളുടെ സ്റ്റാർ ഡോം അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നി അയാൾ എനിക്ക് വേണ്ടി സെർവൻ്റ് ആകും, എന്നെ സെർവ് ചെയ്യും, അതുകൊണ്ട് അയാൾക്കൊരു വോട്ട്. അതിനപ്പുറം അയാൾ രാജാവാണെന്നുള്ള ചിന്ത അയാൾക്കുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണമെന്ന് പറയാനുള്ള അധികാരം പൗര എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമാണ്. ഞാനത് പറഞ്ഞു. അത് അറിഞ്ഞുകൂടാതെ എന്നെ തെറി വിളിക്കുന്ന നീയൊക്കെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശാപമാണ്. രാജ്യദ്രോഹികളാണ്. രാജ്യദ്രോഹികളായ ബലാത്സംഗികൾക്ക് നല്ല മറുപടി പറയാൻ എന്നെ കൊണ്ടാവും. ഒരു ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ നേർക്ക് നേർ ഡിബേറ്റ് നടത്തുക എന്നതിനപ്പുറം തെറിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നേർക്ക് നേർ ഞാൻ റെഡിയാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്ക് അമ്മാവനോട് പറ എന്നെ ബ്ലോക്കില്ലാന്ന്. ബ്ലോക്കില്ല എങ്കിൽ നല്ല തെറി ഞാൻ അങ്ങോട്ട് തന്നേക്കാം. നിങ്ങൾ പറയുന്നതിനേക്കാൾ വൾഗറായി നിങ്ങൾ പറയുന്നതിൻ്റെ ഒരു പടി കൂടുതൽ നിന്നുകൊണ്ട് പറയാൻ എന്നെ കൊണ്ട് സാധിക്കും. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഈസ് ആൻ ഇഷ്യൂ. അത് മനസ്സിലാക്കുക. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നടുവിരൽ നമസ്കാരം സംഘമിത്രങ്ങളെ. ഓം കൊതം ദമേ പോടാ ചേച്ചി പോടാ. അൽസംഖികൾ വീട്ടിൽ ചോദിക്കാൻ അപ്പനോ അമ്മയോ കുടുംബമോ കുടുംബത്തിൽ സ്ത്രീകളോ ഇല്ലാത്ത പടു റോക്കറ്റുകളെ നിന്നെയൊക്കെ ഞാൻ 10 മടങ്ങ് തെറി തിരിച്ച് വിളിച്ചിരിക്കുന്നു. ടാങ്.